നിങ്ങൾക്കേ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു XL6 പെട്രോൾ വാഹനം തന്നാലോ, അതും മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2019 മോഡൽ 20 രജിസ്ട്രേഷനിൽ വരുന്ന ആൽഫ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്ന 97,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്നൊരു വാഹനമാണ്. നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 7,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാനും മറക്കരുത്. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മൈലേജ് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ZD വേരിയൻറ്റിൽ വരുന്ന ഒരു റിറ്റ്സ് ഡീസൽ വാഹനം, 2014 മോഡലിൽ വരുന്ന ZD വേരിയൻറ്റിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,20,000 രൂപക്ക്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനേ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് കവർ ഉണ്ടോ, ആകെ മുഷിഞ്ഞ് കേടൊന്നുകൊണ്ടോ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല ഒറിജിനൽ സീറ്റ്, യാതൊരു കേടും കാര്യങ്ങളും ഇല്ലാത്ത സീറ്റ് ഉണ്ട്. ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു പൊട്ടത്തരാണ്, ഒരു വാഹനം ഫ്രഷ് എടുക്കുമ്പോൾ ഒരു സീറ്റ് കവർ കൊണ്ട് ഇടും, ഉള്ളിലത്തെ സീറ്റ് നേരം പോലെ ഉപയോഗിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഫാബ്രിക് സീറ്റാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പുറം നനയുക, അതേമാതിരി നമ്മൾ AC ഇട്ടാലും ചില വാഹനങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ആകെ പുറമൊക്കെ നനഞ്ഞ് വിയർത്ത് കുളിച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഫാബ്രിക് സീറ്റിന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റ് കവറൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത്. 2012 മോഡലിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡീസൽ VDI വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ്. 1,35,000 കിലോമീറ്റർ റൺ ചെയ്ത് ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 3,60,000 രൂപക്ക്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനേ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിലെ ഒരു ഹ്യൂണ്ടായി വെന്യൂ, അതും ഡീസൽ വാഹനം, ഏകദേശം 18 to 22 കിലോമീറ്റേഴ്സ് വരെ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടിലൻ വാഹനം തന്നാലോ. ഡീറ്റെയിൽസ് കേട്ടോളൂ. 2020 മോഡൽ വരുന്ന S6 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. XS ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും DRL, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, കോർണറിംഗ് ലാമ്പ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, സൺറൂഫ് കാര്യങ്ങൾ എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല 1,52,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള യാതൊരുവിധ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,98,000 രൂപക്ക്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. മാത്രമല്ല 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഒരു ബ്രസ പെട്രോൾ വാഹനമാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ബ്രസ പെട്രോൾ വാഹനം. 2020 മോഡലിൽ വരുന്ന VXI ഓപ്ഷൻ, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്ന മോഡലാണ്. 44,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. അപ്പോൾ ഈ ഒരു മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം 7,45,000 രൂപക്ക്. ഈ ഒരു വാഹനത്തിന് നമുക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നല്ലൊരു ലോ കിലോമീറ്റർ ലിവ പെട്രോളും ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2014 മോഡൽ വെറും 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 3,75,000 രൂപ മാത്രമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഓലുണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ എന്നുള്ളത്. അങ്ങനത്തെ വിചാരമുള്ള ഒരുത്തരാണ് ഇതായി ഇരിക്കണത്. ഇപ്പോൾ അവിടെ ഇവനാണ് നമ്മളെ വീഡിയോ ക്യാമറമാന്, ഫോട്ടോ എടുക്കുന്ന ആൾ. അപ്പോൾ ഓൻ്റെ വിചാരം എന്താ വെച്ചാൽ ഓൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ വീഡിയോ എടുക്കൽ നടക്കുള്ളൂ എന്നാണ്. പക്ഷെ അത് എൻ്റെ വിചാരം മാത്രമാണ് റിജിത്തെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് 2022 മോഡൽ 23 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു എസ്പ്രസോ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. വെറും 38,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും അൾട്ടോ 800 പ്രൈസിന് 3,98,000 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അൾട്ടോ 800 പ്രൈസിന് കുറച്ചൊരു ഹൈറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ഈ ഒരു വാഹനം സുഖമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ല രീതിയിൽ ഡിമാൻഡുള്ള മോഡലായിട്ടുള്ള ടയോട്ടയുടെ എത്തിയോസ് ലിവ ഡീസൽ വെഹിക്കിളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതും ഒറിജിനൽ കേരള വെഹിക്കിളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്.
അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,20,000 രൂപ മാത്രമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ.